ധനഹാകാലം 4-ാം ശനി. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 9 മുതൽ 17 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. ദൈവത്തിന്റെ സ്നേഹമാണ് യേശു. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങളും എന്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. അപ്പോഴാണ് ഒരാൾ ക്രിസ്ത്യാനിയാവുക. യേശുവാകുന്ന മുന്തിരിച്ചെടിയിൽ ഒട്ടി നിൽക്കുന്നവർ ധാരാളം ക്രിസ്തീയ ഫലങ്ങൾ പുറപ്പെടുവിക്കും. ക്രിസ്തീയ ജീവിതം ഒരാദർശമോ തത്വസംഹിതയോ അല്ല, ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ഈശോ മിശിഹായാണ്. ഈശോ ദൈവത്തിന്റെ കൽപ്പനകൾ പാലിച്ച് വിശ്വസ്തത കാണിച്ചതുപോലെ നാമും അനുദിനം ദൈവകൽപ്പനകളോട് വിശ്വസ്തത കാണിക്കണം. ഇതാണ് കൽപ്പന. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സ്വന്തം ജീവിതം ഒരു ബലിയായി സമർപ്പിച്ചുകൊണ്ടാണ് ഒരേ സമയം യേശു പിതാവിനോടുള്ള സ്നേഹവും മനുഷ്യരോടുള്ള സ്നേഹവും പ്രകടമാക്കിയത്. ഒരാളുടെ സ്നേഹം തന്നിൽ മാത്രമായി ഒരുങ്ങുകയാണെങ്കിൽ ഗ്രീക്ക് ഭാഷയിൽ അതിനെ ഈറോസ് എന്നും, അപരനു വേണ്ടി ജീവൻ അർപ്പിക്കാൻ വരെ തയ്യാറാകുന്ന സ്നേഹത്തെ അഗാപ്പെ എന്നും പറയുന്നു. വെറും പുഴുസമാനമായ മനുഷ്യജീവിതത്തെ ദൈവസമാനമാക്കി, സ്നേഹിതനാക്കി, ദൈവീക ജീവൻ നൽകി ദൈവപുത്രനാക്കി മാറ്റുകയാണ് യേശു ചെയ്തത്. മാമോദീസ എന്ന കൂദാശയിലൂടെ നമ്മിലേക്ക് അവിടുത്തെ ആത്മാവിനെ നൽകിക്കൊണ്ടാണ് ഇത് പ്രാപ്തമാക്കി തന്നത്. പരിശുദ്ധ കുർബാനയിലൂടെ അവിടുന്ന് തന്റെ സാന്നിധ്യവും സഹവാസവും നമ്മിൽ ഉറപ്പാക്കുന്നു. ആരാധനാവേളയിൽ നാം ആ സാന്നിധ്യം ഏറ്റുപറയുന്നു. നമ്മുടെ ജീവിതാനുഭവങ്ങൾ ഓരോ നിമിഷവും ദൈവിക പരിപാലനയുടെ ഭാഗമായി ഏറ്റുപറയുവാനും അത് ഈശോയുടെ ഇഷ്ടമാണെന്ന് അംഗീകരിക്കുമ്പോഴുമാണ് അവന്റെ സ്നേഹിതൻ, അനുയായി, ക്രിസ്ത്യാനി ഒക്കെ ആകുന്നത്. അപ്പോൾ അവന്റെ ജീവിതം എപ്പോഴും സന്തോഷമുള്ളതായി തീരും.